പുസ്തക പ്രകാശന ചടങ്ങ് ആരംഭിക്കുകയാണ്. പുസ്തക പ്രകാശനത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് ഡോക്ടർ അജയനാരായണനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്വാഗതം ഗീത ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പുസ്തക പ്രകാശനം നിർവഹിക്കുന്നത് പ്രിയപ്പെട്ട രാവണ്യ മാഷാണ്. രാവണ്യ മാഷയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നത് ചാക്കോടി അന്തിക്കാടാണ്. ചാക്കോ മാഷയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പുസ്തക പരിചയം നടത്തുന്നത് ദർശന കെയാറാണ്. ദർശനയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കവിതാലാപനം ബി സി ഹരിദാസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ പുസ്തകത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പുസ്തക രചയിതാവായ ദിവ്യ ജി എസ് നന്ദി പ്രകാശനം നടത്തുന്നു. ദിവ്യ ജി എസിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എൻ്റെ ഗ്രഹണങ്ങൾ, പൗർണമികൾ, അമാവാസികൾ എന്ന പുസ്തക പ്രകാശനമാണ് ഇവിടെ നടക്കുന്നത്. സ്വാഗതം ആശംസിക്കുന്നതിനായി ടി ഗീതയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, സദസ്സിലെ എൻ്റെ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ വേദിയിൽ ഞാൻ നിൽക്കുന്നത്. കാരണം ദിവ്യ എൻ്റെ കുട്ടിയാണ്, എൻ്റെ വെള്ളത്തോളിൻ്റെ കുട്ടിയാണ്. ഞങ്ങളുടെ ടീമിലെ ഏറ്റവും നല്ല എഴുത്തുകാരി കൂടിയാണ് ദിവ്യ. ഇത്ര നാളായിട്ടും ദിവ്യയുടെ പുസ്തകം പ്രകാശിപ്പിക്കുന്നില്ലേ എന്ന് ഞാൻ പലവട്ടം ചോദിച്ചതാണ്. കാരണം അത്രയ്ക്കേറെ മനസ്സിൽ കവിതയുടെ കുത്തൊഴുക്കുമായി നിൽക്കുന്ന അത്രയേറെ കവിതയാണ് ദിവ്യയുടെ മനസ്സിലുള്ളത്. ദിവ്യയുടെ കവിതകൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു മഴ പെയ്തിറങ്ങുന്ന ആർദ്രതയാണ്. നനഞ്ഞ മണ്ണിലേക്ക് വീഴുന്ന വിത്ത് പോലെ അതിങ്ങനെ മുളച്ചു പൊന്തും, ഇലകൾ വിരിയും, പൂവാകും. ഒരു പൂവല്ല, ഒരു വസന്തകാലം മുഴുവൻ നമ്മുടെ മനസ്സിലേക്ക് സമ്മാനിക്കാനുള്ള കഴിവ് ദിവ്യയുടെ കൽപ്പനകൾക്കുണ്ട്, കവിതാ ശൈലിക്കുണ്ട്, ആവിഷ്കാര ഭംഗിക്കുണ്ട്. തുടക്കകാലങ്ങളിൽ ദിവ്യയുടെ രചനകളിൽ പലപ്പോഴും കറക്ഷനൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയുമായിരുന്നു. പക്ഷേ പോകെ പോകെ വല്ലാത്തൊരു അഭൗമ നിലവാരത്തിലേക്കാണ് ദിവ്യയുടെ ചിന്തകൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ വസ്തുത. ഇപ്പോൾ ഈ കഴിഞ്ഞ തവണ നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടാവും രാവുണ്ണി മാഷിന്റെ ഇഷ്ടകവിത എന്ന പങ്ക്തിയിൽ വന്നിട്ടുള്ള ദിവ്യയുടെ കവിത. അത് ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിലങ്ങനെ ലയിച്ച് മുഴുകിയിരുന്ന് പോകുന്ന, കുറേ സമയത്തേക്ക് ഒന്നും മിണ്ടാനാവാതെ അതിൽ ലയിച്ചിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെയൊക്കെ കൊണ്ടെത്തിക്കും. അത്രയും നല്ല മിടുക്കിയായിട്ടുള്ള ദിവ്യയുടെ പുസ്തക പ്രകാശനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, സമയം കുറവേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ. നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് NV കൃഷ്ണവാര്യർ ടീമിൻ്റെ സാരഥിയും കാവ്യശിഖയുടെ മികച്ച സംഘാടകനും നേതാവും ഒക്കെയായ ഡോക്ടർ അജയനാരായണനാണ്. ഡോക്ടർ അജയനാരായണനെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. പുസ്തക പ്രകാശനം നിർവഹിക്കുന്നത് നമ്മുടെ ഒക്കെ പ്രിയങ്കരനായ രാവുണ്ണിയേട്ടനാണ്. എല്ലാവരുടെയും മനസ്സിലെ മുഖ്യ സ്ഥാനം, നമ്മുടെ കാവ്യശിഖയുടെ മുഖ്യ സാരഥി എന്നൊക്കെ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് മനസ്സിലൊരു ഇടം, എല്ലാവരുടെയും മനസ്സിലൊരിടമുള്ള നമ്മുടെ പ്രിയപ്പെട്ട രാവുണ്ണിയേട്ടനെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. പുസ്തകം ഏറ്റുവാങ്ങുന്നത് ചാക്കോടി അന്തിക്കാടാണ്. നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ ടീമിൻ്റെ നേതാവും അതോടൊപ്പം തന്നെ നടനും
എല്ലാ രംഗങ്ങളിലും സജീവ സാന്നിധ്യം, ശിഖയുടെ എല്ലാ രംഗങ്ങളിലും കുടുംബസമേതം സജീവ സാന്നിധ്യമായ പ്രിയപ്പെട്ട ചക്കോ മാഷെ സ്വാഗതം ചെയ്യുന്നു. പുസ്തക പരിചയം നിർവഹിക്കുന്നത് ദർശനയാണ്. കാരണം ദർശനയുടെ കയ്യിൽ ഒരു പുസ്തകം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വരികൾ മാത്രമല്ല, വരികൾക്കിടയിലൂടെ വായിച്ച് എത്രയും ആസ്വാദ്യകരമായി നമ്മൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനുള്ള കഴിവ് ദർശനയുടെ ഒരു പ്രത്യേക പാഠവുമാണ് എന്ന് തന്നെ പറയട്ടെ. ദർശനയെ യോഗത്തിലേക്ക് സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യാണ്. തുടർന്ന് ഇതിനോടനുബന്ധിച്ച് ഈ പുസ്തകത്തിലെ ഒരു കവിത ആലപിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബിസിയുടെ പാട്ട് നമ്മൾ നേരത്തെ കേട്ടു. നല്ല ആസ്വാദ്യകരമായ ഗാനം. അപ്പോൾ അതുപോലെ ഈ പുസ്തകത്തിലൊരു കവിത ബിസി ആലപിക്കുന്നതായിരിക്കും. ബിസിയെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ തുടർന്ന് പുസ്തക പ്രകാശനം നടക്കുന്നത് ദിവ്യയുടേതാണ്. ദിവ്യയെ സ്വാഗതം ചെയ്യാണ്. ഒപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ പുസ്തക പ്രകാശനത്തിനും ഇതോടനുബന്ധിച്ച് നടക്കുന്ന മറ്റു പരിപാടികളിലും എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഡോക്ടർ അജയ് നാരായണനെ ക്ഷണിക്കുന്നു. രണ്ട് വാക്ക് മാത്രം. ദിവ്യയുടെ എഴുത്തിനെ കുറിച്ച് ശിഖയിലുള്ള എല്ലാവർക്കും അറിയാവുന്നതിനപ്പുറം ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല. കവിതയുടെ വാക്കുകളുടെ വാചകങ്ങളുടെ ആഴത്തിലേക്ക് പോവുകയും ധന്യാത്മകമായി കവിതയെ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ദിവ്യ, നമുക്കെല്ലാം പ്രിയപ്പെട്ട ദിവ്യയുടെ ഗ്രഹണങ്ങൾ, അമാവാസികൾ, പൗർണമികൾ ഇവിടെ ലോഞ്ച് ചെയ്യുമ്പോൾ വളരെയധികം സന്തോഷത്തോടെ, വളരെയധികം അഭിമാനത്തോടു കൂടി തന്നെ വിദ്യയുടെ ഈ പുസ്തകം ഒരു വിജയമായി തീരട്ടെ എന്നുള്ള ആശംസകളോടെ അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. താങ്ക് യു. പുസ്തക പരിചയത്തിലേക്കായി നമ്മുടെ ദർശനെ വിളിക്കുന്നു. നമുക്ക് കേൾക്കാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. രാവിലെ സച്ചിദാനന്ദ മാഷ് ഉദ്ഘാടന വേളയിൽ പറഞ്ഞു, ഏറ്റവും കൂടുതൽ രൂപാന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹിത്യ സൃഷ്ടിയാണ് കവിത എന്ന്. ഓരോ കാലത്തിനനുസരണമായി മനുഷ്യരുടെ ചിന്തകളിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരണമായി കവിതയും രൂപാന്തരം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഈ വർത്തമാന കാലത്തിൽ കവിത എഴുതുന്നത് ഒരു രാഷ്ട്രീയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തൻ്റെ രാഷ്ട്രീയം, തൻ്റെ സ്വത്വം വ്യക്തമാക്കുന്നതിനുള്ള ഒരു എളുപ്പമാർഗമായി കവിതയിൽ അഭയം കാണുന്നവരും ഇടം കണ്ടെത്തിയവരും ഉണ്ട്. ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുന്ന ദിവ്യയുടെ പുസ്തകം എൻ്റെ ഗ്രഹണങ്ങൾ, അമാവാസികൾ, പൗർണമികൾ. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഈ പുസ്തകത്തിലെ കവിതകളിലുണ്ട് കവിതയുടെ അടക്കവും ഒതുക്കവും, കവിതയെ ചൂഴുന്ന അഥവാ എഴുത്താളരെ ചൂഴുന്ന പ്രതിസന്ധികളും പ്രതിലോമകരമായ പ്രവണതകളും, അതേപോലെ നാളെയിലേക്കുള്ള കുതിപ്പിനെ അഥവാ ഇനിപ്പിനെ സൂചിപ്പിക്കുന്ന ഒരു പ്രത്യാശയും, അതെല്ലാം ഈ കവിതകളിൽ ഉണ്ട്. ഈ വാക്ക് എന്ന് പറയുമ്പോൾ അത് എഴുത്താളരെ ശുദ്ധീകരിക്കും പോലെ തന്നെ വായനക്കാരെയും ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. വാക്കിന് മാത്രമാണ് ഒരേ സമയം പഞ്ചഭൂതങ്ങളെ പോലെ പ്രവർത്തിക്കാനാകുന്നത്. വാക്കിന് അഗ്നിയായി നമ്മുടെ ചിന്തകളെ സ്ഫുടം ചെയ്യുവാനും, ജലമായി നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങളെ, അഴുക്കുകളെ ഒഴുക്കി മാറ്റുവാനും, വായുവായി സ്നേഹപൂർണമായി തലോടുന്നതിനും, ആകാശമായി ഭാവനകളുടെ സ്വച്ഛമായ ചക്രവാളങ്ങളിലേക്ക് ഭാവനകളെ വികസിപ്പിക്കുവാനും,
അതുപോലെ തന്നെ മണ്ണായി വേരുറപ്പിച്ചു നിർത്തുവാനും വാക്കിന് മാത്രമേ സാധിക്കൂ. ആ വാക്കിനെ എഴുത്താളർ സ്വാംശീകരിച്ച് ശുദ്ധീകരിച്ച് തൻ്റേതാക്കി മാറ്റുമ്പോൾ തൻ്റെ സ്വത്വത്തെ അതിലൂടെ പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദിവ്യയും അത്തരത്തിലൊരു കാര്യമാണ് ഈ തൻ്റെ രചനകളിലൂടെ നിർവഹിച്ചു പോരുന്നത്. ഈ ദിവ്യയുടെ കവിതകളിൽ വാക്കുകളെ, അക്ഷരങ്ങളെ ഇതേ അനുഭൂതിയോടെ നമുക്ക് വായിച്ചെടുക്കാനാകുന്നുണ്ട്. നമുക്കറിയാം, അധികാരത്തിൻ്റെ പെരുക്കം ബാക്കിയാക്കുന്നത് പീഡനങ്ങളും ചൂഷണങ്ങളുമാണ്. അതിനിടയിൽ ഞെരുങ്ങുമ്പോഴും ബാക്കിയാവുന്ന പ്രത്യാശയുടെ കിരണങ്ങളാണ് മനുഷ്യരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ എഴുത്തുകൾ സൃഷ്ടിക്കപ്പെടുന്നത് എഴുത്താളർക്ക് വേണ്ടി മാത്രമല്ല, പറയുവാനും കേൾക്കുവാനും കൂടിയാണ്. അതുകൊണ്ടാണ് ഷഹർസാദിൻ്റെ ആ ചോദ്യം ഇന്നും ദിവ്യ നമ്മോട് ചോദിക്കുന്നത്: ഏത് കഥ പറഞ്ഞാലാണ് ഈ രാവ് വെളുപ്പിക്കാനാവുക എന്ന്. ഇതുപോലെ ഈ ധാരാളം ചുരുക്കെഴുത്തുകളിലൂടെ അനേകം ചോദ്യങ്ങളാണ് ദിവ്യയുടെ കവിതകൾ ഉയർത്തുന്നത്. അനേകം അർത്ഥതലങ്ങളെയാണ് ഓരോ വരികൾക്കിടയിലും വാക്കുകൾക്കിടയിലും ഈ കവിതകളിൽ ദിവ്യ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്. ഉദാഹരണം, ഒരു ചെറിയൊരു ഉദാഹരണം മാത്രമാണ് കാട്. കാട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പച്ചപ്പ് നിറഞ്ഞ, മരങ്ങൾ നിറഞ്ഞ, കിളികളുടെ ഒച്ചകൾ നിറഞ്ഞ, മൃഗങ്ങളും ഒക്കെ അല്ലെ, സിംഹവും പുലിയും ഒക്കെയുള്ള ഒരു കാടായിരിക്കും നമ്മുടെ മനസ്സിൽ ഉയർന്നു വരുന്ന കാട്. എന്നാൽ ദിവ്യ കവിതയിൽ സൂചിപ്പിക്കുന്ന കാട് മനുഷ്യ അർബുദം പിടിപെട്ട് കീമോ കഴിഞ്ഞ് രോമം കൊഴിഞ്ഞ ശരീരങ്ങളായാണ്. അപ്പോൾ ഓരോ വാക്കുകൾ, വരികൾ എങ്ങനെയാണ് നമ്മുടെ ചിന്തകളെ മാറ്റിമറിക്കുന്നത് എന്ന് ഒരു ഉദാഹരണം മാത്രമാണ്. നമ്മളെല്ലാം നമ്മളിൽ നിന്ന് തന്നെ ഇറങ്ങി ഓടുന്നവരാണെന്നാണ് ദിവ്യ പറയുന്നത്. അതുപോലെ തന്നെ ഇരുചെവി അറിയാതെ കൈമാറ്റം ചെയ്യപ്പെടുന്ന മനുഷ്യരെക്കുറിച്ച്, മനുഷ്യത്വത്തെക്കുറിച്ചും ദിവ്യ തൻ്റെ കവിതകളിൽ പറയുന്നുണ്ട്. അടുക്കളയുടെ നീറ്റലിൽ നിന്നും വായനയുടെ ധ്യാനത്തിലേക്കും അവിടെ നിന്നും എഴുത്തുപുരയിലേക്കും പിന്നീട് അരങ്ങിലേക്കും അങ്ങനെ മാറി മാറി വന്ന സ്ത്രീ ജീവിതങ്ങളെ, സ്ത്രീയുടെ അവസ്ഥകളെ പറ്റി നമ്മളെല്ലാം വാചാലചിത്തരാണ്. പക്ഷേ ദിവ്യ അവിടെ സൂചിപ്പിക്കുന്നുണ്ട് വർത്തമാനകാലം അപ്പോഴും അവൾക്ക് ചാർത്തിക്കൊണ്ടിരിക്കുന്ന കനത്ത വിലങ്ങുകളെ കുറിച്ച്. ഇതുപോലെ യാത്ര ചോദിക്കാതെ എന്ന കവിത ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല. ഇഷ്ടകവിതയിൽ വന്നതാണ്, എല്ലാവരും വായിച്ചിട്ടുള്ളതാണ്. വിശപ്പാണ് മതമെന്നും മതം മാറാത്ത മതം അതൊന്നു മാത്രമാണെന്നും ദിവ്യ കുറിക്കുമ്പോൾ ഈ വിശപ്പിൻ്റെ അനേകം വകഭേദങ്ങളെയാണ് നമുക്ക് നമ്മുടെ ചുറ്റും കാണുവാനാകുന്നത്. നിന്റെ ആത്മീയ വിശപ്പ്, എൻ്റെ കാമനകളുടെ വിശപ്പ്, തീരാ വിശപ്പ്, മറ്റനേകം സ്നേഹവിശപ്പുകൾ, നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള അന്നവിശപ്പ്, അങ്ങനെ പല വിധത്തിലുള്ള വിശപ്പുകളുടെ വകഭേദം കൊണ്ട് നാം ഇന്ന് അടയാളപ്പെടുത്തുമ്പോഴും വിശപ്പെന്ന് മനുഷ്യനെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ദിവ്യ കവിത കുറിക്കുന്നത്. നാം ഇപ്പോൾ ചെയ്യുന്നത് മതങ്ങളാൽ അതിരുകൾ തീർത്ത് പല കീറായി കീറിമുറിച്ച് മനുഷ്യരെ അടയാളപ്പെടുത്തുകയാണ്. ദേശം കൊണ്ടും ഭാഷ കൊണ്ടുമൊക്കെ വേർതിരിവുകൾ സൃഷ്ടിക്കുന്നു. വേർതിരിച്ച് നിർത്തുമ്പോഴും എല്ലാവരുടെയും ആന്തരികമായ ഒരേ ഒരു ചിന്ത ഉള്ളിലുള്ള വിശപ്പ് മാത്രമാണ് എന്ന് ഇവിടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ദിവ്യയുടെ കവിതകൾ വേറിട്ട് നിൽക്കുന്നത് അത് ഏതൊരു വിഷയമായാലും, ക്ലാസിക്കുകളുടെ പുനർവായനയായാലും, അതിജീവനത്തിൻ്റെ സാക്ഷ്യപ്പെടുത്തലുകളായാലും, അടിച്ചമർത്തലുകളിൽ നിന്നുള്ള ഉയിർപ്പുകളായാലും അതിൽ തനതായ ഒരു മുദ്ര പതിപ്പിക്കാനാകുന്നത് കൊണ്ടാണ്. അത്തരത്തിൽ അനുവാചകരിലേക്ക് തൻ്റെ ആശയങ്ങളെ വിപുലീകരിക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് ദിവ്യയുടെ കവിതകൾ ഇത്രമാത്രം മിഴിവാർന്നു നിൽക്കുന്നത് എന്ന് ഈ വായനയിൽ നമുക്ക് അനുഭവിക്കാവുന്നതാണ്. പുസ്തകം വാങ്ങുകയും വായിക്കുകയും ചെയ്യുന്നത്
ഒരു കവിത എഴുതുന്നത് പോലെ തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തനമായതുകൊണ്ട് എല്ലാവരും ഈ പുസ്തകം വായിക്കണം. ഈ പുസ്തകം ഇവിടെ ലഭ്യമാണ്. വായിക്കുക, 2 വരി കുറിച്ചിടുക. അങ്ങനെ കവിതയോടും കവിയോടുമുള്ള ആഭിമുഖ്യം അറിയിക്കുക. വളരെ പരിമിതമായ സമയമായതുകൊണ്ട് വിശദമായ എല്ലാ കവിതകളെയും വായിച്ച് കുറിക്കാനുള്ള ഒരു സമയം ഇല്ലാത്തത് കൊണ്ടും എൻ്റെ വായന ഇവിടെ ചുരുക്കുന്നു. പകരം വിശദമായ ഒരു വായന നിങ്ങൾക്ക് പിന്നീട് ഞാൻ നൽകുന്നതായിരിക്കും എന്ന് ദിവ്യയ്ക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നിർത്തുന്നു. ദിവ്യയെ ഇനിയും കവിതയുടെ ലോകത്ത് ധാരാളം പുസ്തകങ്ങളും രചനകളുമായി വരാൻ ദിവ്യയ്ക്ക് അവസരമുണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും. പുസ്തകപ്രകാശനമാണ്. പുസ്തകം പ്രകാശനം ചെയ്യാൻ ഡോക്ടർ ശ്രീറാമിനെയും ഏറ്റുമാങ്ങാൻ ചാക്കോടിയെയും ക്ഷണിക്കുന്നു. നമ്മൾ പുസ്തക പ്രകാശനത്തിൻ്റെ ഒരു 4-5 പ്രസംഗങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടാവും. പക്ഷെ അത് നേരത്തെ നടന്ന ദർശനയുടെ പുസ്തക പരിചയത്തിൽ എല്ലാവരും തൃപ്തിപ്പെട്ടോളണം. ഇനിയിപ്പോൾ പ്രസംഗിക്കാനൊന്നും നേരില്ല. ഇന്നലെ എഴുതിയതുപോലെ ഇന്ന് ആർക്കും എഴുതാനാവാത്ത വിധത്തിൽ കവിത അതിവേഗം രൂപാന്തരപ്പെട്ട് വരികയാണ്. കവിതയെക്കുറിച്ചുള്ള എല്ലാ മുൻവിധി അതെല്ലായ്പ്പോഴും സംഭവിക്കുന്നതാണ്. പക്ഷെ ഇത്ര വേഗത്തിൽ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളത്, അതിൻ്റെ ഭാവുകത്വം മാറുന്നു എന്നുള്ളത്, പ്രമേയങ്ങൾ അത്ഭുതകരമായ വിധത്തിൽ മാറുന്നു. ഈ ഒരു മാറ്റത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് കാവ്യശിക ഒരു കവികളുടെ കൂട്ടായ്മ എന്ന നിലയ്ക്ക് എല്ലായ്പ്പോഴും ശ്രമിക്കുന്നത് നിരന്തരം മാറാൻ ഒരാളെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. വാക്കുകൾ സൂക്ഷ്മമാക്കാൻ, ചെറുതാക്കാൻ, ചുരുക്കാൻ ഒക്കെ ശ്രമിച്ചുകൊണ്ട് വളരെ വിപുലമായൊരു സാമൂഹ്യ അനുഭവം, രാഷ്ട്രീയ അനുഭവമായി എഴുത്ത് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഒരു യാത്രയിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. ദിവ്യ കുറേ കാലമായിട്ട് നമ്മുടെ കാവ്യശികയുടെ കൂടെയുണ്ട്. ദിവ്യയുടെ കവിതകളും ഈ തരത്തിൽ വലിയ രൂപാന്തരങ്ങൾക്ക് മാറ്റുന്നുണ്ട്. പ്രമേയങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. വളരെ നല്ല എഴുത്ത് എന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്ന തരത്തിലേക്ക് വന്ന ഒരു എഴുത്തുകാരൻ. ഏറെക്കാലം കാത്തിരുന്നിട്ടാണ് ഒരു പുസ്തകം ഇറക്കുന്നത്. ഞങ്ങൾ ആദ്യം പരിചയപ്പെട്ട് തുടങ്ങിയ കാലത്ത് പിന്നെ പറഞ്ഞ സമിതിയാണ് പുസ്തകം ഇറക്കണമെന്ന്. എത്രയോ മാസങ്ങൾ ആണ്ട് കഴിഞ്ഞു ഇപ്പോഴാണ് പുസ്തകം വരുന്നത്. പക്ഷെ പുസ്തകം വരുന്നു എന്നുള്ളത് ഒരു വൈകലായിട്ട് നമ്മളാരും കാണണം. പുസ്തകത്തിന് വേണ്ടി തിരക്ക് പിടിക്കുകയല്ല വേണ്ടത്. നമുക്കൊരു ഘട്ടത്തിൽ നമ്മൾ എത്തി എന്ന് തോന്നുമ്പോഴാണ് പുസ്തകം വരേണ്ടത്. അടുത്ത ഘട്ടത്തിലേക്ക് പോവുക, ഇത്രത്തോളം വെച്ച് അവസാനിപ്പിക്കുക എന്ന തരത്തിലാണ് പുസ്തകം വരേണ്ടത്. എന്തായാലും വളരെ മനോഹരമായ കവർ ചിത്രമാണ്. അവിടെ ദിവ്യ ഇപ്പോഴും കവിത എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാണാലോ, കവിത എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഗ്രഹണങ്ങൾ, അമാവാസികൾ, പൗർണമികൾ എന്ന പുസ്തകം ചാക്കോടി അന്തിക്കാടിൻ്റെ കരങ്ങളിലൂടെ മുഴുവൻ മലയാളികളുടെയും കാവ്യാസ്വാദകരുടെയും കൈകളിലേക്ക് സമർപ്പിക്കുന്നതായി പുസ്തകം പ്രകാശനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു. നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ബിസി ദിവ്യയുടെ ഒരു കവിത വായിക്കുന്നു. ബിസിയെ പറ്റി പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. എപ്പോഴും സ്വരം കൊണ്ട് നമ്മെ ആഹ്ലാദിപ്പിക്കുന്ന ഒരാളാണ്. ഞാൻ ദ്രൗപദി, അതാണ് ബിസി വായിക്കുന്ന കവിത. കേൾക്കാം.
ഞാൻ ദ്രൗപദി. പാഞ്ചാലമെന്നൊരു മണ്ണിൽ ദീപമായൊരുവൾ പിറന്നതേ, പഞ്ചതനുവിലും പിന്നെയൊരു ജ്വാലയെ രാജ്ഞിയായി ഞാൻ അവതരിച്ചു ഭൂമിയിൽ. ചക്രവാളത്തിലന്നൊരു തീപ്പെരുമഴ കണ്ടു, ചക്രവാളത്തിലന്നൊരു തീപ്പെരുമഴ കണ്ടു. പഞ്ചപതികൾക്കേകപത്നിയെങ്കിലും ചേർത്തു വെക്കാനൊരു ഹൃദയം ഞാൻ കണ്ടില്ല. ഒരു നെഞ്ചിലും എനിക്കായിട്ടു തണൽ കാണാതെ ഉള്ളിലൊരനാഥത്വം മൂടിക്കിടന്നു. നീതി വെറുമൊരു വാക്കല്ല എന്നതിൽ നീളം കാത്ത നിശാസമയത്തും വസ്ത്രാക്ഷേപ സഭയുടെ അമരത്വ കടിഞ്ഞാണില്ലാത്ത വാക്കുകൾ കൊണ്ടെന്നെ അമ്മാനമാടിയ ശബ്ദ നിമിഷത്തിലും എന്നിലെ സ്ത്രീത്വത്തിൽ മുറിവേറ്റവളാണു ഞാൻ. എന്നിലെ സ്ത്രീത്വത്തിൽ മുറിവേറ്റവളാണു ഞാൻ. പ്രണയത്തിൻ കല്ലുമായി നടന്നു ഞാൻ പിണക്കങ്ങളുടെ സ്ഫടിക ഭരണിയിലേക്ക്. ആത്മാവിൻ ദാഹം മറയ്ക്കാതെ അന്നും കുരുത്തില്ല വാക്കുകളിൽ ഒരു നാളുമെന്നിട്ടും പാഞ്ചജന്യമായി തീർന്നു കുരുക്ഷേത്ര മണ്ണിൽ. 5 പതികളുണ്ടെങ്കിലും എനിക്കഞ്ചൂഴങ്ങളിലും ഒരേ വിരഹമോ. 5 പേർ തങ്ങളിൽ ധർമ്മം ചുമന്നപ്പോഴും ആരോരും അറിയാതെ മൗനമായൊരു ചക്രപാണി ചിരിച്ചിരുന്നു. ദൂരത്ത് കൃഷ്ണനെന്നൊരു നിഴൽ പോലുള്ളവൻ കരഞ്ഞില്ല, പക്ഷേ ഉള്ളിൽ കവിഞ്ഞൊരു താളമായി എന്നിൽ. കുന്തിയമ്മതൻ ഒറ്റ വാക്കതിൽ കുനിഞ്ഞില്ല ഞാൻ, മറുത്തൊന്നും പറഞ്ഞതുമില്ല. കുതിച്ചിറങ്ങി ഈ ധർമ്മചിന്തയിൽ പുഴുക്കൽ നുരയ്ക്കുമ്പോൾ വിഹുല നിരാലംബമൊരു തോന്നൽ. ഒരു ഹൃദയത്തിൽ 5 ദിശകളെ ഒത്തുചേർത്തവളാവും അതെളുപ്പമോ? അമ്മേ, മക്കൾക്കോരോന്നിനും ഓരോ പിതാവാക്കിയതെന്തു നീ, എന്നെയും നിന്നെപ്പോലെ. പഞ്ചപതികൾ എന്നത് വെറും ശബ്ദമല്ലേ? പഞ്ചവിരഹങ്ങളുടെ പേരുമെന്നോ? പ്രണയമേയല്ല, സ്നേഹമില്ല, കരുണയോ കാമ്പില്ല, വസന്തമില്ല, കിളിപാടും കൂടില്ല, ലോക കാഴ്ചയിൽ മാത്രമില്ല മനോഹരം. ഞാൻ ചോദിച്ചതു നീതിയെയായിരുന്നു, ഞാൻ മറച്ചതെന്റെ ജന്മദുഃഖത്തിൻ്റെ. ജന്മദുഃഖത്തിൻ്റെ കൊടിയ മുറിപ്പാടുകളും ചിതയെപ്പോലും കാറ്റാക്കി തീർത്ത ദ്രൗപദിയല്ല ഞാൻ. ഉള്ളിലെ പെൺമയൊരഗ്നിപർവ്വതം പോൽ നിലകൊണ്ടിരുന്നു. എന്നുമെന്നും ഞാൻ ഭീഷ്മനെ വണങ്ങുന്ന വെയിലല്ല. എങ്കിലും ദ്രോണരെ മറന്നാൽ മഴയാകുമോ? ഞാൻ അർജുനനെ ഒരൂഴത്തിലും ചതിച്ചതില്ല, ഭീമനെ ഭക്തിയാൽ ചിന്തിച്ചില്ല. വാക്കുകൾക്കപ്പുറം മൃതമുണ്ടെന്ന അനുഭവം വരം കൊണ്ടല്ല, വേദന കൊണ്ടാണ്. രാജധാനിയുടെ നടുവിൽ ഞാൻ രക്തപ്രവാഹമായി രാജവേളിക കുലങ്ങൾ പൊട്ടിച്ചെറിഞ്ഞു. അന്നെൻ്റെ മുൻപിൽ നിരന്ന പ്രൗഢികൾ, ഭാരത മണ്ണിൻ്റെ അപമാന ശിരസുകൾ, ഭാരത മണ്ണിൻ്റെ അപമാന ശിരസുകൾ. ചോദ്യങ്ങൾ പേറി തളർന്നവൾ ഞാൻ ഇന്ന് പെണ്ണെന്ന ചോദ്യമായി തീർന്നിരിക്കുന്നു. കണ്ണീരും നിശ്വാസവും ചേർന്നു തീ പടരുമ്പോൾ
പ്രണയത്തിലായത് 2 വംശങ്ങളെയായിരുന്നു, പ്രളയത്തിലാഴ്ത്തിയത് 2 വംശങ്ങളെയായിരുന്നു. വെറും സ്ത്രീയായി മാത്രം എന്നെ കണ്ടവർ സ്ത്രീ ശക്തിയെ കാണാതിരുന്നതെന്ത്? ഞാൻ ഈ മുഖമല്ല വഴിയുമല്ല, കൗരവർക്ക് പണയമായി തീർന്ന് കളിയാടാൻ ലഭിച്ച പെണ്ണുടലുമല്ല. പഞ്ചവർണ്ണങ്ങളിലെ മഴവില്ലു കാഴ്ചയിൽ പാടി നടന്ന വെയിൽ സന്ധ്യയാണു ഞാൻ. വാക്കിന്റെ തീപ്പൊരി വഹിക്കുന്നവൻ വേദസന്ധിയായി ഞാൻ വിലപിച്ചതില്ല. കൂട്ടിക്കളഞ്ഞ നിലവിളികളെ ഞാൻ മുഷിഞ്ഞ ദേഹത്ത് കുങ്കുമം പോലെ ചാർത്തി. അർജുനന്റെ ഉള്ളിലെത്താൻ ഞാൻ എൻ്റെ അഗ്നിയെ തന്നെ കരുത്താക്കി താങ്ങി. അഭിമന്യുവിന്റെ മൃദുശേഷിയിൽ ഞാൻ അക്ഷരമായി കരഞ്ഞില്ല. അർജുനന്റെ പിതൃസ്നേഹത്തെ പഴിച്ചു സ്വയം പൊട്ടിച്ചിതറിയില്ല. വാക്കിനാലേറെ വിതച്ചു കൂട്ടിയ ഭാരതം കുരുക്ഷേത്ര ശേഷം ചുടലയായി. ജ്വാലയുടെ വാക്കായി ഞാൻ വരുമ്പോൾ എന്തായിരിക്കാം ലോകവായന? എന്തു ചിന്തിച്ചിരിക്കാം ഈ സ്ത്രീത്വത്തിൻ പഞ്ചഭാവങ്ങളെപ്പറ്റി? ഞാനൊരു പെൺകരുത്തിൻ സമാധി, പ്രത്യാഘാതം, പരമ്പര കൈമാറി വരുന്ന തോറ്റം. ഞാൻ ദ്രൗപദിയാണ്, ലോകം വെന്ന പഞ്ചപാണ്ഡവർ പങ്കിട്ടെടുത്ത പെൺജീവൻ. ഞാൻ ദ്രൗപദിയാണ്, ലോകം വെന്ന പഞ്ചപാണ്ഡവർ പങ്കിട്ടെടുത്ത പെൺജീവൻ. നന്ദി ബിസി. ബിസിയുടെ സ്വരത്തിലൂടെ നമ്മൾ ദിവ്യയുടെ കവിതയെ എല്ലാ അർത്ഥത്തിലും ആസ്വദിച്ചു. അടുത്ത പുസ്തകം ഏറ്റുവാങ്ങിയ ചാക്കോടി എന്തിക്കാരന് 2 വാക്ക് പറയാൻ ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, വളരെ ചരിത്രപരമായിട്ടുള്ളൊരു നിമിഷമാണ്. ഓരോ എഴുത്തുകാരുടെയും ഒരു പുസ്തകം ഇറങ്ങുക, അത് നല്ലൊരു വേദിയിൽ തന്നെ പ്രകാശനം നിർവഹിക്കപ്പെടുക, വളരെ ശക്തമായൊരു കയ്യിലേക്ക് അത് ഏറ്റുവാങ്ങപ്പെടുക, അത്ര മോശമല്ല. ദിവ്യ കാവ്യശിരി വരുമ്പോൾ ദിവ്യ എപ്പോഴും ടീം മുല്ലനേക്കാളും ജാഗ്രത പുലർത്തുന്നു. ടീം മുല്ലനയുടെ കാഴ്ച എന്നുള്ള പോസ്റ്ററോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഗതികൾ, പ്രത്യേക കാഴ്ച ഞാനായിട്ട് ബന്ധപ്പെട്ട ഒരു പോസ്റ്ററും ഉടനെ ഏറ്റവും ആദ്യം കമൻറ്റ് ചെയ്യുന്ന ആൾ ദിവ്യ. പക്ഷേ ആ ഒരു പോസ്റ്റ് വേണ്ട വിധത്തിൽ ഡെപ്ത് ഉണ്ടോ ഇല്ലയോ, അത് ആൾക്കാർ എഴുതുമോ 6 വരി എന്ന് ആദ്യം ചോദിക്കുന്നത്. നമ്മുടെ കണ്ണമാഷോ അല്ലെങ്കിൽ മണിജാവകാരുടെ പോസ്റ്റ് ആണെങ്കിലും എൻ്റെ ഫോട്ടോ ആണെങ്കിലും ഉടനെ ഞാൻ ഇടയ്ക്ക് പറഞ്ഞു, എന്ത് ഫോട്ടോ കണ്ടാലും 6 വരി എഴുതാൻ പറ്റുന്നൊരു വിഭവശേഷിയുള്ളൊരു കേരളമാണിത്. ഒന്നും കണ്ടില്ലെങ്കിലും എഴുതാൻ പറ്റുന്ന ആൾക്കാരാണ് ഇവിടെ, ആയിരക്കണക്കിന് കവികളുള്ള. അപ്പോൾ അവർ നോക്കിയിട്ട് എന്താണെങ്കിൽ എഴുതട്ടെ. അപ്പോൾ ഇനി ഞാൻ കമൻറ്റ് ചെയ്യില്ല. അടുത്ത പോസ്റ്റ് ഇടുമ്പോഴും പറയും ഉടനെ വരും ദിവ്യ. എന്നിട്ടും പറയും, ഞാൻ പറയും അവർക്ക് വിട്ടുകൊടുക്കില്ല എത്തം. വീണ്ടും പറയും ഞാൻ ഇനിയും ഒന്നും മിണ്ടില്ല ഏട്ടാന്ന് പറയും. പിന്നെ ഒരു പോസ്റ്റ് ഇടുമ്പോഴും ദിവ്യ പറയും വളരെ കുറച്ചും കൂടി. പക്ഷെ പിന്നെ നല്ലത് ഗംഭീരം എന്ന് പറയുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും നേരത്തെ ദ്രൗപദി പാടി ഒന്ന് ഗംഭീരമായിട്ട് ആലപിച്ചു. ഭയങ്കര ഡീപ്പായിട്ടുള്ള വരികളാണ്. ഇതിലെ ചില കവിതകൾ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നി ആക്ട് ചെയ്യാനുള്ള പ്രചോദനമുണ്ട്. പക്ഷെ ഞാൻ 2 വരി പറഞ്ഞിട്ട് ഏറ്റവും ചെറിയ 6 വരിയുള്ള ഒരു കവിതയുണ്ട്. ആ കവിതയാണ് ദിവ്യയുടെ ഒരു എസൻസ് എന്ന് തോന്നുന്നു. ടോട്ടൽ എഴുത്തിൻ്റെ ഏതോ ഒരു മുഹൂർത്തത്തിൽ 6 വരിയിലൂടെ ഞാനെല്ലാം കൂടി അതിൻ്റെ ഒരു കോർ എന്നുള്ള രീതിയിൽ പറയണമെന്ന് തോന്നുമ്പോൾ, ഏത് കവിയുണ്ട് നീണ്ട കവിത എഴുതി വന്നാലും ചിലപ്പോൾ 4 വരിയിൽ ആറ്റിക്കുറിക്കൊരു ഡയമണ്ട് പരുവോ പാറയമ സിൽവർ അടിച്ചിട്ട് അതൊക്കെ ഡയമണ്ടാന്ന് പറഞ്ഞ് എഴുതുന്ന കവികളുണ്ട്. അവസാനം ഡയമണ്ട് കൃത്യമായി കടഞ്ഞ് വരുമ്പോൾ ഒരു ചെറിയ വരികൾ വരും. ആ വരികളിലൊന്നാണത് ആകാശത്തിൻ്റെ തീറാധാരം. എല്ലാവരും ഉൾക്കൊള്ളേണ്ടതാണ്. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് ഇവിടെ ഇരുന്ന് വായിച്ചപ്പോൾ തോന്നിയ ഒരു കാര്യമാണ്. കൂട്ടിനും കൂടിനും കുഞ്ഞുങ്ങൾക്കും വേണ്ടി, കൂട്ടിനും കൂടിനും കുഞ്ഞുങ്ങൾക്കും വേണ്ടി സ്വന്തം ആകാശമാണ് തീരെഴുതി കൊടുത്തത്. സ്വന്തം ആകാശമാണ് തീരെഴുതി കൊടുത്തത് എന്നറിയുന്നത് അവ
കണ്ണികൾ ചേർന്ന് ചങ്ങലയായി തീർന്ന് മുറുകി മുറുകി തളയ്ക്കപ്പെടുമ്പോഴാണ് കൂട്ടിനും കൂടിനും കുഞ്ഞുങ്ങൾക്കും വേണ്ടി സ്വന്തം ആകാശമാണ് തീരെഴുതി കൊടുത്തത് എന്നറിയുന്നത്. അവ കണ്ണികൾ ചേർന്ന് ചങ്ങലയായി തീർന്നു മുറുകി മുറുകി. ഒരു മുറുകി ഞാൻ കൂട്ടിയത് മുറുകി മുറുകി തളയ്ക്കപ്പെടുമ്പോഴാണ് കരുതിയിരിക്കുക. അതും ഞാൻ കൂട്ടിയത്. അപ്പോ എല്ലാവിധ അഭിവാദ്യങ്ങളുണ്ട്. അടുത്ത കാവ്യശിക ഇതിലേക്ക് ഒരു 10 പേരുടെ നമ്മുടെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യപ്പെടാനുള്ള ഊർജം ഈ ഞാനീ ചെയ്ത സ്നാപ്പിൽ നിന്നെങ്കിലും ഉണ്ടാവട്ടെ. ഗ്രഹണത്തെക്കുറിച്ചും പൗർണമിയെക്കുറിച്ചും അമാവാസികളെക്കുറിച്ചും നന്ദി പറയാൻ, വായിച്ചു നന്ദി പറയാൻ, മറുപടി പറയാൻ പ്രിയപ്പെട്ട ദിവ്യ. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കാവ്യശിക കുടുംബാംഗങ്ങളെ, എനിക്കറിയാം ഇവിടെ നമ്മൾ കാവ്യശിക കുടുംബാംഗങ്ങൾ മാത്രമാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമായപ്പോൾ നമ്മൾ മാത്രമായിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. മാഷ് പറഞ്ഞ പോലെ തന്നെ ഞാൻ പുസ്തകം നന്ദി പറയാണ് ഞാൻ ചെയ്യുന്നതിന് 2 വാക്ക് അതിന് മുൻപായിട്ട്. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ആദ്യത്തെ പുസ്തകം ഇവിടെ കാവ്യശികയുടെ ഇതിൽ നമുക്ക് ഈ ഹാളിൽ വെച്ച് നടത്തുന്നതിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ മാത്രമേ എൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് കാവ്യശിക കുടുംബാംഗ ആയ ഞാൻ ഈ കുടുംബത്തിൽ നടത്തുന്നൊരു പ്രകാശനാണ്. ഇനി വേറൊരു ചടങ്ങ് അവിടെ നാട്ടിൽ വെക്കാമെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഒരു നന്ദി സാരി എടുത്ത് നിൽക്കുന്നത് പോലെയാണ്. അത്രയും നന്ദിയോട് കൂടിയാണ് നിൽക്കുന്നത്. കാരണം ഈ ചേർത്ത് പിടിക്കലിന് ഇപ്പോൾ ഞാൻ എഴുതി തുടങ്ങിയ കാലം മുതൽ ഇങ്ങോട്ടുള്ള 50ഓളം കവിതകളാണ് നമ്മൾ തിരഞ്ഞെടുത്ത 50ഓളം കവിതകളാണ് നമ്മൾ പുസ്തകമാക്കിയിട്ടുള്ളത്. അപ്പോൾ തുടക്കം മുതൽ തന്നെ ഞാൻ രാവണി മാഷോട് പല കാര്യങ്ങളും ചോദിക്കുകയും സംശയങ്ങൾ തീർക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ കാവ്യശികയിലുള്ള ഞാൻ ഇടപെടുന്ന ഒരേ ഒരു കവിതാ ഗ്രൂപ്പാണ് എനിക്ക് കാവ്യശിക. ഒരുപാട് ഗ്രൂപ്പുകളിലൊന്നുമില്ല, കുറച്ചെങ്കിലും ആക്റ്റീവായ ഒരേ ഒരു ഗ്രൂപ്പാണ് കാവ്യശിക. അപ്പോൾ ഇതിലുള്ള ഓരോരുത്തരും എന്നെ ചേർത്ത് പിടിക്കുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഒരുപാട് സന്തോഷം ഈ ചടങ്ങിൽ എത്തിച്ചേരുകയും ആദ്യം ഞാൻ വന്നവർക്ക് നന്ദി പറയാണ്, എത്തിച്ചേരുകയും ഈ പ്രകാശന ചടങ്ങിൽ സംബന്ധിക്കുകയും ചെയ്തതിന്. ഇനി ഈ ചടങ്ങിന് നന്ദി അർപ്പിച്ച എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കാവ്യശികയിലെ ആൾക്കാർ മാത്രമുള്ള ഒരു വേദിയാണിത്. രാവണി മാഷ് പുസ്തകം പ്രകാശനം ചെയ്തു, ചാക്കോ മാഷ് അത് ഏറ്റുവാങ്ങി, ഗീത ടീച്ചർ സ്വാഗതം പറഞ്ഞു, അജയ് നാരായണൻ മാഷ് അധ്യക്ഷത വഹിച്ചു, നമ്മുടെ ബിസി മാഷ് കവിതാലാപനം ചെയ്തു. നമ്മൾ മാത്രം കാവ്യശികയുടെ ഒരു കുടുംബ പരിപാടി പോലെ തന്നെയാണ് ഞാനിത് ചെയ്തത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതിന്. അപ്പോൾ കവിത പ്രകാശനം ചെയ്ത നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട രാവണി മാഷിന്, എനിക്ക് പ്രകാശനം ആരാ ചെയ്യണേന്ന് ആലോചിച്ചപ്പോൾ വേറൊരാളുടെ എനിക്ക് ഉണ്ടായിരുന്നില്ല. എൻ്റെ മനസ്സിൽ രാവണി മാഷ് തന്നെയായിരുന്നു എൻ്റെ ആദ്യത്തെ പുസ്തകം ചെയ്യേണ്ടത്. മാഷ് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം, അതായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ഈ തിരക്കിട്ട പരിപാടിക്ക് 20 മിനിറ്റ് അതിന് വേണ്ടി മാറ്റി വെച്ചതിന് അത് പറയട്ടെ, പുസ്തകം പരിചയപ്പെടുത്തി കുറഞ്ഞ വാക്കുകൾ വളരെ വിശാലമായിട്ട് പരിചയപ്പെടുത്തി ദർശനേച്ചി. എനിക്കറിയാം ദർശനേച്ചിയുടെ വായന ഇച്ചിരി വായിച്ചാൽ തന്നെ ദർശനിക്കായിരുന്നു ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും. അപ്പോൾ പുസ്തകം പരിചയപ്പെടുത്തുന്നത് ആരായിരിക്കും എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് വേറൊരു മുഖം എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം പറഞ്ഞ വിട്ടുപോയതാ, ക്ഷമിക്കണേ. അങ്ങനെ നമ്മുടെ ഈ പ്രകാശനം നിർവഹിച്ച രാവണി മാഷ്, അധ്യക്ഷത വഹിച്ച അജയ് നാരായണൻ മാഷ്, സ്വാഗതം പറഞ്ഞ ഗീത ടീച്ചർ, കവിത പരിചയപ്പെടുത്ത ദർശനേച്ചി, നമ്മുടെ കവിത ആലാപനം ചെയ്ത ബിസി മാഷ്, ഏറ്റുവാങ്ങിയ ചാക്കോ മാഷ്, ഇന്ന് കൂടെ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു. നന്ദിയും സ്നേഹവും മാത്രം. പുസ്തകം ആവശ്യമുള്ളവർ വായിക്കാൻ, എൻ്റെ കവിതകൾ വായിക്കാൻ ആഗ്രഹമുള്ളവർ, കവിത ഇഷ്ടപ്പെടുന്നവർ പുസ്തകം വാങ്ങണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി. ഈ പുസ്തക പ്രകാശന ചടങ്ങ് ഇതോടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.
കാവിശിക ടീം അംഗങ്ങളുടെ കലാപരിപാടികൾ തുടരുന്നതാണ്. അടുത്തതായി റീബ പോളിന്റെ സോളോ പെർഫോമൻസ് ആണ് വേദിയിൽ. അതിനുശേഷം റീബ പോളിന്റെ സോളോ പെർഫോമൻസ് ആണ്. രചന സംവിധാനം ചാക്കോടി അന്തിക്കാട്. അതിനുശേഷം രൗഡി മാഷൻ ടീമിന്റെ ജനറൽ സ്കിറ്റ് വേദിയിൽ നടക്കുന്നതാണ്. ഒരു കാറിന്റെ കീ കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. രാവിലെ തൊട്ട് അനൗൺസ് ചെയ്തിട്ട് കീയുടെ ഉടമസ്ഥൻ എത്തിയിട്ടില്ല. നമ്മുടെ ഈ ഹോളിന്റെ ചുറ്റുവട്ടത്തു നിന്നാണ് കിട്ടിയത്. അപ്പൊ നമ്മളിൽ ആരെങ്കിലും തന്നെ ആയിരിക്കും. ഒന്നുകൂടി ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം പറയാണ്. ഹലോ 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 സുഹൃത്തുക്കളെ, ടീം മുല്ലനേരിയുടെ ഒരു പെർഫോമൻസ് ആണ്. മോണാക്ട് എന്നുള്ള രീതിയിലാണ്. ആ ബാക്കിലെ പോസ്റ്റർ സെക്കൻഡ് വായിച്ചാൽ ഇതിൻ്റെ കണ്ടന്റ് കൂടി കണക്ട് ചെയ്ത് വായിക്കാൻ പറ്റും. ദ റിവോൾട്ട് എന്നുള്ളതാണ്. പെട്ടെന്ന് നമ്മുടെ കാലഘട്ടത്തിനോട് എങ്ങനെ ഇടപെടണം എന്നുള്ളതിൻ്റെ ഒരു സ്ത്രീയുടെ ഒരു പ്രതികരണമാണ്. ദ റിവോൾട്ട്. രചനയും സംവിധാനവും ചാക്കോടി അന്തിക്കാട്. Revolt.